ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ കയ്യിൽ സാംസങ്ങിന്റെ S22 അൾട്രയാണ്. ഇതിന്റെ കംപ്ലൈന്റ് വേറെ ഒന്നുമില്ല, ഡെഡ് ആണ്. ഇത് വേറൊരു ഷോപ്പിൽ കൊടുത്തപ്പോൾ റെഡി ആവില്ല എന്നും പറഞ്ഞ് അവർ കൊടുത്തുവിട്ട സാധനമാണ്. നമ്മളിത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇത് CPU ഇഷ്യൂ തന്നെയാണ്. അപ്പോൾ നമ്മളിത് കൂടുതലായിട്ടൊന്നും ചെക്ക് ചെയ്തില്ല. പവർ സപ്ലൈ ചെക്ക് ചെയ്തപ്പോഴും CPU ഇഷ്യൂ ആണ് കാണുന്നത്. ഇത് കോമൺ ആയിട്ട് വരുന്നത് കൊണ്ട് നമ്മളൊന്നും നോക്കില്ല. CPU റാമും റീബോൾ ചെയ്യാം എന്നുള്ള പ്ലാനിൽ തന്നെ എന്ത് ചെയ്തു, ക്ലീൻ ചെയ്ത് പതുക്കെ ഗമ്മൊക്കെ കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു, നൈസർ ഗമ്മൊക്കെ കട്ട് ചെയ്യുക. കട്ട് ചെയ്ത ശേഷം എന്ത് ചെയ്യുക, റാം മാത്രം റിമൂവ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, റാം റിമൂവ് ചെയ്യാൻ നൈസായിട്ട് എന്ത് ചെയ്യുക, ഹീറ്റ് പ്രോപ്പറായിട്ട് കറക്റ്റ് സെൻറ്ററിൽ നിന്ന് തന്നെ ഹീറ്റ് പ്രോപ്പറായിട്ട് കൊടുത്ത ശേഷം പതുക്കെ, അതായത് ബോൾസ് എല്ലാം മെൽറ്റ് ആയതിനു ശേഷം മാത്രം റാമിനെ പതുക്കെ ഒന്ന് പൊക്കിയെടുക്കുക. പൊക്കിയെടുത്ത ശേഷം എന്ത് ചെയ്യണം, നൈസായിട്ട് ക്ലീൻ ആക്കുക. ക്ലീൻ ആക്കുന്ന സമയത്ത് നമുക്കിത് കാണുമ്പോൾ സ്പീഡായിട്ട് ക്ലീൻ ചെയ്യുന്നത് പോലെ തോന്നും, പക്ഷെ അത് ക്ലീൻ ചെയ്യുന്ന സമയത്തായാലും നമുക്ക് സ്പീഡായിട്ട് ക്ലീൻ ചെയ്യുന്ന പോലെ തോന്നിയിരുന്നാലും അത് പതുക്കെ മാത്രമേ ക്ലീൻ ചെയ്യൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം കട്ടി കുറഞ്ഞ സ്കിന്നാണ്. അപ്പോൾ അത്രമാത്രം നമ്മൾ നീറ്റായിട്ട് ക്ലീൻ ചെയ്ത ശേഷം എന്ത് ചെയ്യുക, CPU റിമൂവ് ചെയ്തെടുക്കാനായിട്ട് കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള ഹീറ്റ് തന്നെയാണ് കൊടുക്കേണ്ടത്. 350 എയറിൽ നമുക്ക് എന്താ കറക്റ്റ് സെൻട്രലായിട്ട് കൊടുക്കാം. കാരണം ഓവറായിട്ട് ഹീറ്റ് ആയി കഴിഞ്ഞാൽ അടിയിലത്തെ ബോൾസ് മെൽറ്റ് ആവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ CPU നമുക്ക് കറക്റ്റായിട്ട് റീബോൾ ചെയ്ത് എടുക്കുക. അപ്പോൾ നെക്സ്റ്റ് ക്ലീൻ ഒക്കെ ചെയ്ത് പാഡെല്ലാം ക്ലീൻ ആക്കിയ ശേഷം എന്ത് ചെയ്യുക, CPU ബോൾസും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഒന്നുപോലും ചെറുതോ വലുതോ ഒന്നും ആവാത്ത രീതിക്ക് കറക്റ്റായിട്ട് റീബോൾ ചെയ്തെടുത്ത ശേഷം നമുക്ക് തിരിച്ച് റീഫിക്സ് ചെയ്യുക. റീഫിക്സ് ചെയ്ത് നോക്കുന്ന സമയത്ത് സാംസങ് ആയിട്ട് നമ്മളെ ഫോൺ പെർഫെക്റ്റ് ആയിട്ട് ഓണായി വരുന്നുമുണ്ട്. സോ വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും കാണുന്നുമില്ല. ഇപ്പോൾ നമുക്ക് ക്യാമറ ആയിക്കോട്ടെ, നെറ്റ്വർക്ക് ആയിക്കോട്ടെ, സൗണ്ട് ആയിക്കോട്ടെ, സിം ആയിക്കോട്ടെ, എല്ലാം ഈവൻ നമ്മൾ CPU ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം. ഇതുപോലത്തുള്ള പ്രീമിയം ഫോൺസോ അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ ഫോൺസോ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയി കുടുങ്ങിയിരിപ്പുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യണമെങ്കിൽ നമുക്കതിന് ശരിയാക്കി എടുക്കാൻ പറ്റും.